നമസ്കാരം. പ്രധാന വാർത്തകൾ. സ്റ്റാലിന്റെ പാത പിന്തുടരാൻ മകൻ. ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയാകും. അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ച DMK. സ്റ്റാലിന്റെ കുടുംബത്തിൽ ഇത് സംബന്ധിച്ച ധാരണയായെന്നും ഈ ആഴ്ച തന്നെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുമാണ് റിപ്പോർട്ട്. ദിവസങ്ങൾക്ക് മുമ്പ് മകൻ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുന്നതിനെക്കുറിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ സൂചന നൽകിയിരുന്നു. ഭർത്താവിന്റെ ബന്ധുവിന് കരൾ പകുത്തു നൽകി. കോളേജ് അധ്യാപിക മരിച്ചു. ഭർത്താവിന്റെ ബന്ധുവിന് കരൾ പകുത്തു നൽകിയതിന് പിന്നാലെ കോളേജ് അധ്യാപിക മരിച്ചു. ഭർത്താവിന്റെ ബന്ധുവിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചേരുന്ന രക്തഗ്രൂപ്പ് കരൾ ലഭ്യമല്ലാത്തതിനാൽ അർച്ചനയുടെ കരൾ പകുത്തു നൽകുകയായിരുന്നു. 12 ദിവസം മുമ്പാണ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയകൾ നടന്നത്. കരൾ സ്വീകരിച്ചയാൾ സുഖമായിരിക്കുന്നു. അർച്ചനയും സാധാരണ ജീവിതം നയിച്ചു വരുന്നതിനിടെയാണ് പെട്ടെന്ന് അവശയായത്. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരിച്ചു. പോലീസ് ഏറ്റുമുട്ടൽ. പ്രശസ്ത ഗുണ്ട കാക്കത്തോപ്പ് ബാലാജി കൊല്ലപ്പെട്ടു. പോലീസുമായി നടന്ന ഏറ്റുമുട്ടലിൽ ഗുണ്ടയായ കാക്കത്തോപ്പ് ബാലാജി കൊല്ലപ്പെട്ടു. കൊലപാതകം, കൊള്ളയടിക്കൽ, മനുഷ്യക്കടത്ത് എന്നിവ ഉൾപ്പെടെ 40ഓളം കേസുകളിൽ പ്രതിയാണ് ബാലാജി. ചെന്നൈയിൽ വ്യാസപ്പൊടി ജീവ റെയിൽവേ സ്റ്റേഷന് സമീപം നടന്ന ഏറ്റുമുട്ടലിലാണ് മരണം. ബാലാജി ഇവിടെ ഒളിവിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണത്തിനായി എത്തിയപ്പോഴാണ് ഏറ്റുമുട്ടലുണ്ടായത്. ബാലാജിയാണ് ആദ്യം പോലീസിന് നേരെ വെടിയുതിർത്തത്. ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. ഇതിന് മറുപടിയായി പോലീസ് വെടിയുതിർത്തപ്പോഴാണ് ബാലാജിക്ക് പരിക്കേറ്റത്. ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. തൃശൂരിൽ ഒറിജിനൽ പുലി. ഭയന്ന് വിറച്ച വീട്ടുകാർ. മറ്റത്തൂർ പഞ്ചായത്തിലെ മുപ്ലിയിൽ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. ഇന്ന് പുലർച്ചെ 1:30ഓടെയാണ് മുപ്ലിയിലുള്ള ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടത്. നായയുടെ നിർത്താതെയുള്ള കുരകേട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോഴാണ് വീട്ടുകാർ പുലിയെ കണ്ടത്. വീട്ടിലെ നിരീക്ഷണ ക്യാമറയിലും പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. വനാതിർത്തിയോട് ചേർന്നുള്ള മുപ്ലി ഗ്രാമത്തിൽ പുലിയുടെയും കാട്ടാനയുടെയും ശല്യം വർദ്ധിച്ചു വരികയാണ്. 15ഓളം കാട്ടാനകൾ കഴിഞ്ഞ രാത്രി ഈ പ്രദേശത്ത് ഇറങ്ങിയതായി നാട്ടുകാർ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം. നടപ്പന്തൽ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്നും കോടതി. ഗുരുവായൂർ ക്ഷേത്രം നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേരള ഹൈക്കോടതി. വിവാഹ ചടങ്ങുകൾക്കും മറ്റ് മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള വ്ളോഗർമാരുടെ വീഡിയോഗ്രാഫിയും അനുവദിക്കരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ക്ഷേത്ര നടപ്പന്തൽ പിറന്നാൾ കേക്ക് മുറിക്കാനുള്ള സ്ഥലമല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ചിത്രകാരി ജസ്ന സലീം ക്ഷേത്ര പരിസരത്ത് കേക്ക് മുറിച്ചതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഉത്തരവ്.